കുഞ്ഞിനാട്ടെ എൻ്റെ സ്വന്തം അമ്മയുടെ പേര്. അപ്പം ഞാൻ തൃശ്ശൂരാണ് ജനിക്കുന്നതും. അപ്പം ആ സമയത്തുള്ള എൻ്റെ ഓർമ്മകൾ എന്താണെന്ന് വെച്ചാൽ അടിയാണ്. രണ്ടുപേരുടെയും ഭയങ്കരമായിട്ടുള്ള അടിയാണ് എൻ്റെ ഓർമ്മയിലുള്ള ആ ഒരു സമയം ഇങ്ങനെ ആലോചിക്കുമ്പോൾ. അവിടെ രണ്ടുപേരുടെയും ഭയങ്കര ഫൈറ്റ് മിസ്സിട്ടുണ്ട്. അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി, അതാണ് ഈ കുഞ്ഞിലോട്ടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഓർമ്മയെന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ സ്കൂട്ടർ എടുത്ത് അവിടെ പോകാനായിട്ട് എത്തുന്നു. ഞാൻ ഭയങ്കര കരച്ചിൽ കൂടെ പോകണം. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും താർക്കുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ. അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടന്റോളികൾക്ക് ഇഫ് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് രേണുസുതി, അതുപോലെ കിച്ചുവിന് ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ രേണുസുതിക്ക് ഉറക്കമില്ല എന്ന് തന്നെ പറയാം. രേണുസുതി ഇപ്പോൾ കരഞ്ഞു മെഴുകി സോഷ്യൽ മീഡിയ മൊത്തം വന്ന് കരച്ചിലും പിഴിച്ചിലൊക്കെയാണ്. രേണുസുതിക്ക് ഇത് വേണം. എന്താ ചോദിച്ചാൽ രേണുസുതി അത്രയ്ക്ക് മാത്രം അതപ്പതിച്ചൊരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് തന്നെ പറയാം. എന്താ പറയുക, എന്താ ഒരു പെണ്ണ് എന്തൊക്കെ ചെയ്യാൻ പാടില്ലായോ അതൊക്കെ ഒരുപാട് പേര് രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അതുപോലെ തന്നെ കൂടുതലും നെഗറ്റീവ് പറയുന്ന ആളുകളും ഉണ്ട്. രേണുസുതി എന്ന് പറയുന്ന വ്യക്തിക്ക് ചില്ലറ അഹങ്കാരമൊന്നും അല്ലായിരുന്നു. അപ്പോൾ ആ അഹങ്കാരത്തിന് കിട്ടിയ ഒരു പ്രതിഫലം തന്നെയാണ് ഇപ്പോൾ കിച്ചു ലൈഫ് സ്റ്റോറി ആയിട്ട് ഇപ്പോൾ പുറത്ത് വന്നത് എന്ന് തന്നെ പറയും. എന്തായാലും കിച്ചു അത് ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ആ ലൈഫ് സ്റ്റോറി പുള്ളിക്കാരൻ പറയുന്നത്. ചെറുപ്പത്തിൽ തന്നെ നേരിടേണ്ടി വന്ന ട്രോമ, സ്വന്തം അമ്മയിൽ നിന്നും അതുപോലെ തന്നെ പിന്നെ അച്ഛൻ വിവാഹം കഴിച്ച ആളിൽ നിന്നും. രേണു പറയുന്നത് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല എന്നൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. എന്തായാലും നമുക്ക് അത് കൂടുതലായിട്ട് കാണാം. എന്തായാലും കിച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കണ്ടിട്ട് രേണു പറയുന്നത് കൂടെ നമുക്കൊന്ന് കേൾക്കാം. എന്തായാലും കേട്ടു നോക്കൂ. എന്നിട്ട് അങ്ങനെ സ്വന്തം അമ്മ എന്തോ എൻ്റെ 2-1.5 വയസ്സിലുള്ളപ്പം വേറൊരാളുടെ കൂടെ പോയി. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം ഈ സ്കൂട്ടറിൻ്റെ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോകാൻ വെച്ചാൽ അച്ഛനൊരു സ്കൂട്ടർ എടുത്തെന്തോ എവിടെ പോകാനായിട്ട് ഞാൻ പറഞ്ഞു ഞാനും വരുന്നു. അച്ഛൻ പറഞ്ഞു വരണ്ട ഇവിടെ നിന്നു. അച്ഛനൊരു കൂട്ടാനുണ്ടായിരുന്നു. കൂട്ടാൻ്റെ സ്കൂട്ടറും കണ്ട ആ സ്കൂട്ടർ എടുത്തോണ്ടാണ് പോകുന്നത്. ആ സ്കൂട്ടറും എടുത്തുകൊണ്ട് പോയിട്ട് പുള്ളി സൂയിസൈഡ് ചെയ്യാനായിട്ട് കണ്ട് നോക്കിയതാണ്. നേരെ ഒരു ലോറിയുടെ ഫ്രണ്ടിലൊക്കെ കൊണ്ടിരിക്കാനൊക്കെ പോയി. പക്ഷേ 2 പേർക്കൊന്നും പറ്റില്ല. ഒരു കടത്തിൻ്റെ ഫ്രണ്ടിൽ പോയി 2 പേര് ഇരുന്ന് ഞാൻ കരഞ്ഞു. എനിക്കൊന്നും പറ്റിയില്ല. അച്ഛൻ്റെ മുട്ട് മാത്രം മുറിഞ്ഞു. അതൊക്കെയാണ് എനിക്ക് എൻ്റെ ആ ടൈമിൽ ഓർമ്മകളെന്ന് പറഞ്ഞത്. കൂടുതൽ ആ ടൈമിൽ ഇവിടെ 2 അടി എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മകളാണ്. കുഞ്ഞോട്ടേ കാണുന്നത് ഈ സംഭവം അടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ 2-3 വയസ്സുള്ളപ്പോഴത്തേക്ക് ഞാനും അച്ഛനും കൊല്ലത്ത് വന്നു. പിന്നെ എന്നെ നോക്കുന്നത് അച്ചാമ്മ, വലിയമ്മ, വച്ചല്, പിന്നെ എനിക്ക് 2 അനിയത്തിമാരുണ്ട്, പാറൂട്ടി, ചേച്ചി. അവരുടെ ഒപ്പൊക്കെ ആയിരുന്നു എൻ്റെ ആ ഒരു 5ാം ക്ലാസ് വരെ. എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ സെക്കൻഡ് മാരേജ് ആയി. വീണ എന്ന് പറയുന്ന അവരായിട്ടും ഇത് തന്നെയായിരുന്നു. ആ സമയത്ത് അച്ഛനായിട്ട് എനിക്കൊരു കോൺടാക്റ്റേ ഇല്ലാതായിപ്പോൾ. എന്ന് പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും അവിടെ ആയിരിക്കും. ഈ വീണ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. വൈകിട്ടൊരു ടൈമുണ്ട്. ആ ടൈമിലെല്ലാം എന്നെ ഒന്ന് കാണും. എനിക്ക് എന്തോ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുതിക്കൂട്ടാന്നൊക്കെ വിളിച്ചോണ്ട് അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. പറയണമെന്ന് അറിയത്തില്ല. കുറെ ഇങ്ങനെ ഉണ്ട്. എനിക്ക് എന്തോ ഇങ്ങനെ പറഞ്ഞു തരണം. എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ എല്ലാ കാര്യം. അതിങ്ങനെ പുറത്തോട്ട് പറയണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. അവിടെ അടി, ഭയങ്കരമായിട്ടുള്ള അടി, ഭയങ്കര സീൻ. അപ്പം എനിക്ക് ഓരോ കാര്യങ്ങളും എനിക്ക് ഇതുണ്ട്, മനസ്സിലാവുന്ന ഒരു സമയമാണ് ടൈമൊക്കെ. ഭയങ്കരമായിട്ട് അടി. പിന്നെ അവർക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഒരു വണ്ടിക്കകത്ത് അവർക്ക് കല്യാണം കഴിക്കുന്നതിന്, അച്ഛനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവരുടെ സെക്കൻഡ് മാരേജ് വരുന്നത്. അവർക്കതിൽ ഫസ്റ്റ് 2 പിള്ളേരും ഉണ്ട് അവർക്ക്. അതൊക്കെ ഞാൻ അറിയുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. എൻ്റെ അടുത്ത് അത് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്കൂട്ടർ എടുത്ത് സ്കൂട്ടർ എടുത്തപ്പം അതിനകത്ത് ഒരു പേരിട്ടുണ്ടായിരുന്നു, കുഞ്ഞാറ്റ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അറിയുന്നത്, എനിക്ക് അറിയാവുന്നത് ആ സംഭവം. 2 പിള്ളേർ എന്നെ ഒരുമാതിരി ഇങ്ങനെയാണ് കണ്ടുകൊണ്ടത്. അച്ഛനെ കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ വൈകിട്ടും എല്ലാം കാണാം. എന്നോട് എന്തോ ഒരു ഇതായിരുന്നു, പ്രശ്നമായിരുന്നു. പിന്നെ അതെന്തോ രാത്രിക്ക് അച്ഛൻ വീട്ടിൽ, പിന്നെ അച്ഛനെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് അങ്ങനെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് എനിക്ക് നല്ല വ്യക്തമായിട്ട് ഓർമ്മകളുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞത് ഓർമ്മയുണ്ട്. സംഭവം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എനിക്ക് എങ്ങനെ ഒരു പുറത്തോട്ട് പറയണം അതെനിക്ക് അറിയത്തില്ല. എങ്ങനെ സംഭവം, അതാണ് ഒരു പ്രശ്നം. ഇപ്പോഴത്തേക്കാണ് ഞാൻ ഇന്ന് പറയും. ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാനും ഇങ്ങനെ കാര്യങ്ങൾ പറയാനും ഒറ്റയ്ക്കിരുന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ സൈലൻ്റാണ്. പാട്ടൊക്കെ കേട്ടാൽ നാളെ എറണാകുളത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു വീഡിയോ കോളിൽ ഇപ്പം കാണുന്ന അമ്മയില്ലേ രേണുസുതി,
യെസ് ജനുസുതി. ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്, സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ എറണാകുളത്തേക്ക് വരുന്നു. അങ്ങനെ ആദ്യം ഞാൻ കാണാൻ വന്നു, ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി, മനസ്സിലായി. അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി, ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കട്ടെ, നിനക്ക് എന്താണ് പറയാനുള്ളത്, അച്ഛന് ഇഷ്ടമാണോ, ഞാൻ അച്ഛൻ ഇഷ്ടമാണോ, നമുക്ക് ആ രീതിയിൽ പറഞ്ഞു. അപ്പം അങ്ങനെ കൊല്ലത്തെ വീട്ടിലൊക്കെ വന്ന് ഇവിടെ സംസാരിച്ച് വലിയമ്മയൊക്കെ ആയിട്ട് സംസാരിച്ച്, അല്ല അതിൻ്റെ ഇടയ്ക്ക് ഇത് നടന്നിട്ടുണ്ട്. വീണയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് കാര്യങ്ങളെല്ലാം ആയി, ഇങ്ങനെ പൈസ കൊടുക്കണം അങ്ങനത്തെ രീതിയിൽ ഉള്ള രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് ഡിവോഴ്സായി. അത് കഴിഞ്ഞിട്ടാണ് അമ്മേനെ കെട്ടുന്നത് കേട്ടപ്പെട്ട. അങ്ങനെ കൊല്ലത്തൊക്കെ സംസാരിച്ച് എല്ലാം റെഡിയായി. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൊല്ലത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ട് ചെറിയൊരു വഴക്കായി. ഞങ്ങൾ കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം അല്ലേ. കോട്ടയത്തിൽ നിന്ന് ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു, സൂപ്പറായിരുന്നു. ഇങ്ങനെ ഞാൻ കൂടുതലും വീട്ടിൽ കൊല്ലത്തേക്ക് എന്നെ ഇങ്ങനെ അച്ഛാമ്മ പുറത്തോട്ട് കളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കൂട്ടുകാർ അങ്ങനത്തെ രീതി കളിക്കാനൊന്നും പോകത്തില്ല. എന്താ ചേച്ചി പാറു ഞാൻ അങ്ങനെയുള്ളൊരു സെറ്റിൽ നിന്ന് കളിക്കത്തുള്ളൂ. അപ്പം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഇങ്ങനെ പുറത്തേക്ക് കളിക്കണം, പക്ഷേ വഴക്ക് കിട്ടും. എങ്കിലും അറിയാതെ കുളിച്ചൊക്കെ പോയിട്ട് വരും. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. ഞാൻ അച്ഛൻ അമ്മ പിന്നെ അവിടുത്തെ രീതിയിൽ ഭയങ്കര ഒരു ഫ്രീഡം. ഞാൻ അച്ഛനെ എപ്പോഴും കാണുന്നു, അങ്ങനത്തെ ഒരു ഇതായി. പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയത്തേക്ക് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് നിന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാണ്. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, എന്തൊക്കെയോ എന്തോ പറയണമെന്ന് എനിക്ക് ബാക്കി പറയാം. ഞാൻ കമ്പ്യൂട്ടറൊക്കെ എടുത്തൊരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ച് എൻ്റെ ലൈഫ് മൊത്തം ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ആവാൻ തുടങ്ങൊരു കാരണം അതുമല്ല, അതും വേറെ. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. അവിടെ തൊട്ടെന്നാണ് എൻ്റെ ഒരു തുടക്കം. വീട്ടിൽ ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറും കളിച്ച് ഇങ്ങനെ അതിനകത്ത് എന്ന് പറഞ്ഞാൽ വേറെ കാശില്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ വരെ എനിക്ക് ഫുഡ് വരും പോവും, ഇടയ്ക്ക് ഇരുതപ്പം വല്ലതും റൂമിൽ വന്നിരിക്കും. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഞങ്ങളുടെ കൊള്ളാത്ത സ്വഭാവം അതായിരുന്നു, നോ പറയാൻ അറിയത്തില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വിഷമമാവുമോ ഒരു സംഭവമാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഞാൻ ഇപ്പം ഞാനൊന്നും ഒരു കാര്യം പറയാത്തതും ബാക്കി. അപ്പോൾ എന്താണ് കിച്ചു പറയുന്നത്, കിച്ചു സുധിയുടെ കൂടെ പോകുന്നതൊന്നും രേണുവിന് ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെയാണ് പറയണത്. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ കുഞ്ഞിലെ അവനക്ക് ഒരുപാട് ട്രോമ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ലൈഫ് സ്റ്റോറിയിൽ വന്നിട്ട് പറയുന്നത്. എന്തായാലും രേണു ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇത് എത്രയും പെട്ടെന്ന് ഇത്രയും ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന സമയത്ത്, സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് കിച്ചു വന്ന് ഇങ്ങനെ ഒരു ഇത് പറയുന്ന പുള്ളിക്കാരി ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായില്ല. എന്തായാലും കുറച്ച് ഭാഗം കൂടെ നമുക്ക് കണ്ടിട്ട് ബാക്കി രേണു പറയുന്നതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. എന്തായാലും കേട്ട് നോക്കൂ. അതെൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ, എൻ്റെ കൊല്ലത്തുള്ള കൂട്ടുകാർക്ക് എല്ലാം ഞാൻ എന്താണ് അടുത്ത് പറയാൻ പോകുന്നത്, എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഇതുവരെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എല്ലാം അമ്മമാർക്കറിയാം. അതാണ് ഞാൻ അത്ര ധൈര്യത്തോടെ അമ്മമാരെ ഒരു വീഡിയോ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും കാര്യം സംസാരിക്കാനാണെങ്കിലും അമ്മമാരെ ഇരുത്തുന്നത്. എന്നെ കാട്ടി നല്ലൊരു അമ്മമാർ സംസാരിക്കും. അതാണ് ഒരു പ്രശ്നം, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ ഇവിടെ അങ്ങനെ പോകുന്നു, അങ്ങനെ ലൈഫ് അങ്ങനെ കൂട്ടുകാരത്ത് മാത്രം ഒരു കണക്ഷൻ ഇല്ല. വീട്ടിൽ ഇങ്ങനെ പുറത്ത് പോകുന്നു, കൂട്ടുകാർ അങ്ങനെ നടക്കുന്നു. മൊത്തത്തിൽ ഒരു റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു, ആരും ഇല്ല. ഇങ്ങനെ ഗെയിമും കളിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. അതൊക്കെ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി. കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അത്ര അഡിക്റ്റഡ് ഒന്നുമില്ല. ഇങ്ങനെ പൊക്കോണ്ട് നിൽക്കുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ അച്ഛന് ഷൂട്ടിനാണെങ്കിലും ഞാൻ അച്ഛന് സംസാരിക്കുന്ന ഭയങ്കരമായിട്ട് എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ അച്ഛന് ഷൂട്ടിന് പോകുമ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അച്ഛനും ഇങ്ങനെ സംസാരിക്കും ഓരോ കാര്യങ്ങൾ, ആ കോട്ടയത്തെ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളും ഇല്ല ഇങ്ങനെ സംസാരിക്കും. അപ്പോഴും ഒരു കാര്യം പറയാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊന്ന് കൊല്ലത്ത് ചോദിച്ചായിരുന്നു, ഞാൻ കൊല്ലത്ത് വന്ന് നിൽക്കട്ടെ. അപ്പം അവരങ്ങനെ സമ്മതിച്ചില്ല. അപ്പം അന്നോട്ട് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് സമ്മതിച്ചില്ല. ഇതവിടെ തന്നെ നിന്ന് അങ്ങനെ ഇങ്ങനെ പോകുന്നു. അപ്പം ഒരു ദിവസം അച്ഛൻ ഞാൻ ഷൂട്ട് കാര്യമൊക്കെ പറഞ്ഞില്ല, അപ്പം ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു, എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു, അങ്ങനെ ഒരു അട്ടായി പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലും എൻ്റെ വിഷമങ്ങളാണെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനൊന്നും ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം ഷൂട്ടിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നാൽ രാത്രി വെച്ചിട്ട് എടുത്ത് പറഞ്ഞിട്ട് രാവിലെ ഒരു 4 മണിക്ക് ആകുമ്പോൾ വരും, നീ എന്നെ ഒന്ന് ചങ്ങനാശ്ശേരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ 4 മണിയായപ്പം വിളിച്ച് ഫോൺ എടുത്തില്ല.
എന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. ഞാൻ വിചാരിച്ച് അച്ഛനെപ്പോഴും ഷൂട്ടിനൊക്കെ പോയിട്ട് ഉറങ്ങിപ്പോകുന്ന സ്വഭാവമുണ്ട്. അപ്പം ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഞാൻ കിടന്ന് ഉറങ്ങാം, രാവിലെ എന്തായാലും വരും. അപ്പം അങ്ങനെ ഉറങ്ങി. ഒക്കെ എൻ്റെ അമ്മ ഒന്നിങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട് ഇതാരാ എനിക്ക് അച്ഛനെന്തോ പറ്റിയെന്ന് തോന്നുന്നു, വിളിച്ചു നോക്കാം. ഞാനിപ്പം എണീക്കുന്ന അച്ഛൻ്റെ ഫോണിലോട്ടൊക്കെ വിളിക്കുന്നു. ഫോണിലോട്ട് വിളിച്ചിട്ട് എടുക്കുന്നൊന്നുമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ പറയുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഞാൻ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഇതായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നേരെ ആദ്യം അനൂപേട്ടനെ വിളിച്ചിട്ട് എന്തോ പറ്റിയ അനുപേട്ട അച്ഛന്. അനുപേട്ടൻ പറഞ്ഞിങ്ങനെ രക്ഷിക്കാൻ പറ്റില്ല, സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത്. ആ ഫോൺ എടുത്ത് എറിഞ്ഞ് എന്തോ അനുപേട്ട പറയുന്നത്, അങ്ങനെ അനുപേട്ടൻ ചോദിച്ചാൽ എന്തോ അനുപേട്ട പറയുന്ന. അപ്പം ഒരു കാലിൻ്റെ എൻ്റെ ശരീരം മൊത്തം ഇങ്ങനെ തണുത്തു പോയി ഭയങ്കരമായിട്ട്. എന്തൊക്കെയാണ് നടക്കുന്ന ആ ടൈമിൽ ഒന്നും അങ്ങോട്ട് അറിയാൻ വയ്യ. എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെയോ വരുന്നു എൻ്റെ അടുത്ത്, എന്തൊക്കെയോ ഒരു സിനിമയിലൊക്കെ നടക്കത്തില്ല അതുപോലെ ഇങ്ങനെ നടക്കുന്നു. ആരൊക്കെ വന്നിട്ട് എന്നെ ഒരു വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നു. പൊക്കോണ്ട് അതിനിടയ്ക്കുള്ളൊരു ഇത് പറഞ്ഞുതരാം. വണ്ടി പൊക്കോണ്ട് വെക്കുമ്പം ഇവർ നേരെ എനിക്ക് അപ്പോഴും എൻ്റെ മനസ്സിലെ വിചാരം എന്ന് വെച്ചാൽ രൂപേട്ടൻ വല്ല പ്രാങ്ക് വല്ലതാണോ, അത് എനിക്കങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ ചെന്നാലും എനിക്ക് ഒരു സമാധാനം കിട്ടത്തുള്ളൂ, എനിക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും കാറിങ്ങനെ പൊക്കോണ്ട് വെക്കുന്നതിനടുത്ത് ഇവർ അടിച്ചുപൊളിയാണ് പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഋതപ്പനെ ഞാൻ ഇങ്ങനെ നോക്കും. എനിക്ക് ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റക്കായി ലൈഫ് ഇങ്ങനെ നിൽക്കുക, എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല. അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം ആദ്യമൊക്കെ രേണുവിന് സ്നേഹം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് പുള്ളിക്കാരിക്ക് സ്നേഹം പതിയെ കുറഞ്ഞു എന്നാണ് കിച്ചു പറഞ്ഞു വരുന്നത്. അപ്പം അതിൻ്റെ ആ പുറത്ത് കിച്ചുവിന് ഡ്രഗ്സ് ഒരുപാട് അതിന് അഡിക്റ്റ് ആവുകയും ചെയ്തു എന്നൊക്കെയാണ് കിച്ചു പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ശ്രുതി മരിച്ചതിന് ശേഷം ഒരുപാട് ഇതിലൂടെ അവനക്ക് പോവേണ്ടി വന്നിട്ടുണ്ട്. കുഞ്ഞിലെ അമ്മ ഉപേക്ഷിച്ച് പോയ ആ ഒരു ട്രോമയും പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ മരിച്ച ആ ഒരു സമയത്തുള്ള ആ ഒരു ഇതും എല്ലാം കൂടെ കിച്ചുവിനെ ഡ്രഗ് അഡിക്റ്റ് ആക്കി. അപ്പോൾ കിച്ചുവിന് ഒരു പ്രാവശ്യം ഒരു ഇതിൽ കിച്ചുവിനെ കുറ്റം പറയുന്ന രീതിയിലുള്ള ഒരു വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് കിച്ചു ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ പുറത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതിന് ഡ്രഗ് അഡിക്റ്റ് ആകാനുള്ള കാരണം ഈ ഒരു ഒറ്റപ്പെടൽ തന്നെയാണ്. ശരിയാണ്, എന്താ പറയുക, ഓരോ മനുഷ്യരും ഒറ്റപ്പെടുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഡ്രഗ് അഡിക്റ്റ് ആകുന്നത് അവരുടെ കുടുംബം തന്നെയാണ്. കുടുംബം എന്താ പറയുക, അവർ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായില്ല. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ഡ്രഗിന് അഡിക്റ്റ് ആയി പോകും. നമ്മൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയവരിനെ നമ്മൾ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇതും ആ ഒരു വ്യക്തിയെ അത്രത്തോളം മാനസികമായിട്ട് തകർത്ത് കഴിയുമ്പോൾ ആ ഒരു വ്യക്തി ഡ്രഗ് അഡിക്റ്റ് ആയി പോകും. പിന്നെ ഡ്രഗ് അഡിക്റ്റ് ആയി കഴിഞ്ഞിട്ട് അവൻ്റെ തോന്നിവാസമാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് പിന്നെയും ഒറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മളൊരു കുടുംബത്തിന് ഒരാളെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് അതിൽ എത്രമാത്രം അവൻ ആ ഒരു വേദന അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ചിന്തിക്കണം. ഇത് ഡ്രഗ് അഡിക്റ്റ് ആയവരെ കുറ്റപ്പെടുത്താനും ഇതിന് മാത്രം ആളുകളുണ്ടാവും, അല്ലാതെ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനും കൈപിടിച്ച് ഉയർത്താനും ആരും ഉണ്ടാവില്ല. എന്തായാലും രേണു പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതിനെല്ലാം ഒരു മറുപടിയായിട്ട് രേണു വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, കണ്ടു നോക്കൂ. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ, ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടന്റ് ഓളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റാണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോൾ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവൾ കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവൾ മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാം, കാരണം ഇത് കേൾക്കാതിൻ്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല. രേണു പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം തുറക്കാൻ പറ്റുന്നില്ല, FB ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒന്നും തുറക്കാൻ പറ്റുന്നില്ല, ഫുള്ള് സോഷ്യൽ മീഡിയ നിറഞ്ഞ് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. നെഗറ്റീവ് കമൻ്റ് ഒന്നും നിനക്ക് വലിയ പ്രശ്നമൊന്നും അല്ല എന്നാണല്ലോ ഒരു ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമ്മളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആരും ഇങ്ങനെ കൂടുതലായിട്ട് നെഗറ്റീവ് പറയില്ല. ശ്രുതി മരിച്ചതിന് ശേഷം നിൻ്റെ ഈ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് ആളുകൾ പ്രതികരിക്കുന്നതും നെഗറ്റീവ് കമൻസ് വരുന്നതും. അത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ നെഗറ്റീവ് പറയുന്നവരെ നമ്മൾ
കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ ഈ ശ്രുതി മരിച്ചതിന് ശേഷം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോയതാണെങ്കിൽ ഈ പറയുന്ന ആളുകളൊന്നും നിന്നെ കുറ്റം പറയില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയുള്ളൂ. ഇപ്പം നീ ചെയ്ത ആദ്യത്തെ ആദ്യം ദാസേട്ടനുമായിട്ടുള്ള ഇത് ചെയ്തപ്പോഴൊക്കെ ഈ പറയുന്ന ഞാനും സപ്പോർട്ട് ചെയ്തതാണ്. അതിലും കുറച്ച് വൾഗറായിട്ട് തന്നെയാണ് അതിലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തൊട്ട് പുള്ളിക്കാരി അതിൽ കുറച്ച് സപ്പോർട്ട് ഉണ്ടെന്ന് കണ്ടതും ഫുൾ ആ ഒരു രീതിയിൽ മാത്രമുള്ള വീഡിയോസുകളും ആൽബങ്ങളുമാണ് പുള്ളിക്കാർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ആളുകൾ വെറുക്കാൻ തുടങ്ങി, ആ ഇഷ്ടങ്ങളെല്ലാം വെറുപ്പായിട്ട് മാറി. അതാണ് സംഭവിച്ചത്. എന്തായാലും കിച്ചുവിനെ കുറിച്ച് രേണുസുതി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഞാനിപ്പോഴും ദുബായി തന്നെയാണ്, ഒരുപാട് നല്ല ആൾക്കാരെന്നെ വിളിച്ച് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെയാണ്. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം എന്താണെന്ന്. ഇപ്പോൾ ഈ പുതിയതായിട്ട് വന്ന പ്രശ്നം, അപ്പോഴാണ് ഞാൻ FB പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്നൊരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നൊരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. ഞാനൊന്നും എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങ് തീരത്തില്ല. അറിയുന്നവർക്കറിയാം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും, ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ ഇതൊന്നും ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനും എന്ന് ആണ് നേരം. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ, 24 വയസ്സേ ഉള്ളൂ. പോസ്റ്റ് കണ്ടു. ഷെഫീന ബീവിയുടെ പുള്ളിക്കാരി കൂടുതലായിട്ടും വീഡിയോ ചെയ്യുന്നത്. ഷെഫീന ബീവി, അതുൽ വ്ളോഗ്, അതുപോലെ ഡാനി, ഇവരൊക്കെയാണ് പുള്ളിക്കാരുടെ കള്ളത്തരങ്ങൾ കൂടുതലായിട്ടും പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രേണു ഷെഫീന ബീവി കിച്ചുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, കൊല്ലത്ത് പോയിട്ട് ഉള്ള ഒരു പോസ്റ്റ് പുള്ളിക്കാരി ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് രേണു പറയുന്നത്. അപ്പോൾ അത് ആക്കാനുള്ള കാരണം നീ തന്നെയല്ലേ, നീ കാണിച്ചു കൊടുത്തത് കൊണ്ട് തന്നെയല്ലേ അത് ഇതാകുന്നത്. ഇപ്പോൾ ഒരാൾ നിന്നെക്കുറിച്ചൊരിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് നല്ലതായിട്ട് കണ്ട് അത് തെറ്റാണ് അവർ പറയുന്നത് എന്ന് കണ്ട് അതിന് മറുമരുന്ന് കാണാനുള്ളതിന് അവരെ വെറുപ്പിക്കാനാണ് പുള്ളിക്കാരി നോക്കി. ഓരോ യൂട്യൂബേഴ്സിന് ഇപ്പോൾ പുള്ളിക്കാരിയുടെ രേണുവിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞാൽ അത് തിരുത്താനല്ല പുള്ളിക്കാരി നോക്കിയത്, ആ തെറ്റ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കാനാണ് നോക്കിയത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ എല്ലാവരും പുള്ളിക്കാരിക്ക് നെഗറ്റീവ് ആകാനും കാരണം. എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ട് ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. അതാരും ഓർക്കുന്നില്ല. ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ കൈകൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരുമുണ്ട്, ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരുമുണ്ട് ആ കുട്ടിയെ. കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ വായിൽ തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അപ്പം FB ആ പോസ്റ്റ് കണ്ടപ്പോൾ, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്, മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചെന്ന്. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം ഈ പ്രശ്നം നിങ്ങൾ പ്രശ്നത്തിനാണോ എന്നറിയാവുന്നവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോൺടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടൊരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. ഇപ്പം മനസ്സിലായി, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണെന്ന്. അവരെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേര് എന്നെ വിളിച്ച് തിരക്കി. ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഇത് എന്നെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഈ കാര്യങ്ങളൊക്കെ. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ സുയിച്ചേട്ടൻ ആൻഡ് ആഫ്റ്റർ സുയിച്ചേട്ടൻ, അല്ലെങ്കിൽ ആഫ്റ്റർ സുയിച്ചേട്ടൻ ഡെത്തിന് ശേഷമുള്ള ഒരു ജീവിതവും എൻ്റെ ജീവിതവും അതിന് മുന്നുള്ള ജീവിതവും എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് തീരത്തില്ല. എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. അപ്പോൾ കിച്ചന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാനെല്ലാം നോക്കിയിട്ടുണ്ട്. മിനിഞ്ഞാന്ന് വരെയും പുള്ളിക്കാരനക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്താണ് കിച്ചു ഇവിടെ എങ്ങനെ വന്ന് കുറ്റം പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഷെഫീന ബീവിൻ്റെ ഒരു ഇത് കൊണ്ടായിരിക്കാം കിച്ചു ഇങ്ങനെ വന്ന് പറഞ്ഞതെന്നാണ് പറയുന്നത്. അത് അവൻ അനുഭവിച്ച ആ ഒരു ട്രോമ അത് അവൻ പുറത്ത് പറയാൻ അവനക്ക് കഴിയില്ലായിരുന്നു. അത് പുറത്ത് കൊണ്ടുവരാൻ ആരും ഇല്ലായിരുന്നു. അവൻ ഒറ്റപ്പെട്ടു പോയി. അച്ഛനും ഇല്ല, അമ്മയില്ലാത്തൊരു അവസ്ഥയിൽ അവൻ ആകെ ഒറ്റപ്പെട്ട ആ ഒരു നിൽക്കുന്ന ആ സമയത്തായിരിക്കും
എന്താണ് ഈ പുള്ളിക്കാർ പോകുന്നതും കൂടുതൽ കാര്യം പുറത്ത് വരുന്നതും. അപ്പോൾ പിള്ളേർ നമ്മൾ ആ ഒരു ചെറുപ്പത്തിലുള്ള അനുഭവങ്ങളൊന്നും അവർ പുറത്ത് പറയില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കും ആ കൊച്ച് പുറത്ത് പറയാൻ കഴിയാതെ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആയതും ഈ ഒരു ലൈഫ് അവൻ്റെ ആകെ ടോട്ടലി മാറിപ്പോയതും. അപ്പോൾ അവൻ പറയുന്നത് എന്താണ് ഞാൻ ഇവിടെ നിന്ന് പഠിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോഴും കൂടി സമ്മതിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് അനുഭവത്തിലൂടെയാണ് എന്താണ് കിച്ചു കടന്നു പോയത്. അപ്പോൾ ആ ഒരു അനുഭവമൊക്കെയാണ് അവൻ വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും കിച്ചുവിന് ഡ്രഗ്സും ഇതൊന്നും നമുക്കൊരു പരിഹാരമല്ല. എന്ത് തന്നെയായാലും അതൊന്നും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അതൊരു പരിഹാരമേ അല്ല. കിച്ചു നന്നായി പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. രേണു ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടെങ്കിലും കുറച്ചുകൂടെ മനസ്സിലാക്കുക കാര്യങ്ങൾ എന്തൊക്കെയാണ്, കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. രേണു ഭയങ്കര ഇപ്പോൾ എന്താണ് നെഗറ്റീവ് ആണെങ്കിലും വേണ്ടില്ല, എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യും എന്നുള്ളൊരു അഹങ്കാരത്തോടു കൂടിയാണ് വീഡിയോയിൽ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ വന്ന് തകർത്ത് അഭിനയിക്കുന്നത്. അപ്പോൾ ആ അഭിനയിക്കുമ്പോഴും ആ അഭിനയം തൽക്കാലമേ ഉള്ളൂ. പിന്നെയും നമ്മൾ ജീവിക്കേണ്ട നമ്മളാണ് എന്നുള്ളൊരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ല. കുറച്ചൊക്കെ നമ്മൾ നെഗറ്റീവ് നമ്മൾ അംഗീകരിക്കും. നിരന്തരം നെഗറ്റീവുകൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞ് പിന്നെ നമുക്ക് ജീവിതത്തിനോട് തന്നെ മടുപ്പ് തോന്നും. ഇപ്പോൾ കുടുംബത്തിൽ നിന്നാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നാണെങ്കിലും നിരന്തരം ഈ ഒരു ഇത് കേൾക്കേണ്ടി വരുമ്പോൾ നമുക്ക് ആ ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നും, ആത്മഹത്യയുടെ വക്കിലെത്തുകയും ചെയ്യും. അതുകൊണ്ട് ഇനിയെങ്കിലും നല്ലതായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.